നമസ്കാരം എവരിബഡി, വെൽക്കം ടു മൈ ചാനൽ ദ ചെറിയൻ ഷോ. ചട്ടമ്പി എന്ന സിനിമ കണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഓവർവ്യൂയിലേക്ക് പോവാം. ഈ ചട്ടമ്പി കറിയ റൂത്ത്ലെസ് ഗൂൺ ഇൻ 1990s ഇടുക്കി ജില്ലയിലെ കഥയാണ്. 90-ലെ സംഭവമാണ്. ലിവ്സ് ബൈ വയലൻസ് ആൻഡ് റിസ്കി സ്കീംസ്. ഓ കട്ട വില്ലൻ. റിസ്കി സ്കീംസ്, ഇതെന്താ മ്യൂച്വൽ ഫണ്ടോ റിസ്കി സ്കീം എന്നൊക്കെ. വെൻ ഹിസ് ടൈസ് ടു എ ലോക്കൽ ബോസ് soar and his plans backfire, he must fight to survive the mess he created. അവനവൻ കുഴിച്ച കുഴിയിൽ അവനവൻ തന്നെ വീഴുന്ന പോലെ തന്നെയൊക്കെ. എന്തെന്നടി ഗൂഗിളിന്റെ ഓവർവ്യൂ ഭയങ്കര ശോകം. ഇത് ഇത് കണ്ട എനിക്ക് പോലും മനസ്സിലായില്ല എന്തുവാന്ന് കഥ. അതുപോലെ ഇവന്മാരുടെ ഓവർവ്യൂ. ഈസ് ഡയറക്റ്റഡ് ബൈ ഡിജോ ജോസ് ആന്റണി. പ്രൊഡ്യൂസേഴ്സ് ഗോകുലം ഗോപാലൻ, നൗഫൽ അഹമ്മദ്, ബ്രിജേഷ് അഹമ്മദ്. പിന്നെ കാസ്റ്റിംഗ് നമുക്ക് എല്ലാവർക്കും അറിയാം. ടൊവിനോ ഈസ് ദ ലീഡിങ് ക്യാരക്ടർ. ടൊവിനോ ഉണ്ട്. പിന്നെ കയാഡ ലോഹർ എന്നാണ് ആക്ട്രസിന്റെ പേര്. നോക്കിയപ്പം പുള്ളിക്കാരി ആസാമീസ് ആണെന്നാണ് വായിച്ചത് ഞാൻ. സുധീർ, വിജയരാഘവൻ, ജോണി ആന്റണി, ബാബുരാജ്, ടപ്പ് എന്ന് പറഞ്ഞൊരു കാസ്റ്റിംഗ് ആണ്. ഇവരെല്ലാരും നല്ല വൃത്തിയായിട്ടൊക്കെയാണ് ഇവരുടെ പണി ചെയ്തത്. പിന്നെ ജോൺറ ഈസ് ആക്ഷൻ, അഡ്വെഞ്ചർ ആൻഡ് ത്രില്ലർ. യെസ്, ഇതൊക്കെ തന്നെ ആക്ഷൻ, അഡ്വെഞ്ചർ, ത്രില്ലർ. നമുക്ക് നമ്മുടെ ഓവർവ്യൂയിലേക്ക് നീങ്ങാം. ലെറ്റ് us talk about പള്ളിച്ചട്ടമ്പി. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ പടം ഈസ് ലൈക്ക് ഓക്കെ. പടം ഓക്കെ എന്ന് പറയുന്ന കാരണം, ഞാൻ ആ പടം പോയി കണ്ടതെന്ന് വെച്ചാൽ 3 മെയിൻ എലമെന്റ്സ് ആണ്, 3 ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ്. ഒന്ന്, പടം ഈസ് ഡയറക്റ്റഡ് ബൈ ഡിജോ ജോസ് ആന്റണി. കാരണം പുള്ളിയാണ് ജനഗണമന എന്ന പടം എടുത്ത. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മാർവലസ് ഫിലിം. നിങ്ങൾ അത് കണ്ടിട്ട് തീർച്ചയായിട്ടും കാണണം. ഭയങ്കര ഒരു സൂപ്പർ പടമാണ്. അപ്പം ആ ഒരു പ്രൊജക്ട് കഴിഞ്ഞ് പുള്ളി എനിക്ക് തോന്നുന്നു ഒരു പടം കൂടെ ഒരു പടം കൂടെ ചെയ്തു. എനിക്ക് പേര് ഓർമ്മ, പക്ഷെ നിവിന്റെ കൂടെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പടമാണ് പുള്ളി ചെയ്യുന്നത്. അപ്പൊ ആ ഒരു ജനഗണമന കഴിഞ്ഞിട്ടുള്ള ഒരു എക്സ്പെക്ടേഷൻ നമ്മുടെ അകത്ത് കാണും. പിന്നെ രണ്ടാമത്തെ ഫാക്ടർ ഈസ് ടൊവിനോ. യെസ്, ഓഫ് കോഴ്സ്. പുള്ളി ആസ് എൻ അച്ചായൻ, പുള്ളി ആസ് എ പള്ളിച്ചട്ടമ്പി ഈസ് ദ ബെസ്റ്റ്. പുള്ളിയാണ് ഇതിന്റെ എന്താ പറയുന്നത്, ഈ റോളിന് ഏറ്റവും സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ടൊവിനോ. ആൻഡ് ദ തേർഡ് ഫാക്ടർ ഈസ് മ്യൂസിക് ബൈ ജേക്സ് വിജയ്. ആ പേര് കേട്ടാൽ തന്നെ എനിക്ക് ഐ ലവ് ഹിം മാൻ. നല്ല പുള്ളിയുടെ ആ കമ്പോസിഷനും, പുള്ളി ഏത് സിനിമയിലും പുള്ളിയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോറോ പുള്ളിയുടെ മ്യൂസിക് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. നമുക്ക് എന്തായാലും കേൾക്കാനും ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും ഒരു ഫേവറേറ്റ് ട്രാക്ക് അതിൻ്റെ അകത്ത് കാണും. ദാറ്റ് ഈസ് ഡെഫിനറ്റ്ലി. അങ്ങനെ കുറെ എലമെന്റ്സ് ശരിയായ ഭാഗങ്ങളുണ്ട്, കുറെ എലമെന്റ്സ് വീക്കായിട്ടും ഈ ഫിലിമിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. സ്റ്റോറി കുറച്ചും കൂടെ ഒക്കെ എനിക്ക് ഒന്നൊന്ന് ഡെവലപ്പ് ചെയ്ത് കുറച്ച് പണി അതിലും കൂടെ എടുത്ത് കുറച്ചൊന്ന് ഗ്രാസ്പിംഗ് ആയിട്ട് ഉള്ള ഒരു സ്റ്റോറി ആയിരുന്നെങ്കിൽ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു നല്ല പടമായി മാറുകയാണ്. 2 മണിക്കൂർ 5-10 മിനിറ്റേ ഉള്ളൂ ഫിലിം ചെറിയ പടമാണ്. അതുകൊണ്ട് ടൊവിനോ വരുന്നത് ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ്, സ്റ്റാർട്ട് തുടങ്ങിക്കഴിഞ്ഞ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞാണ് ടൊവിനോ വരുന്നത് തന്നെ. അപ്പൊ അത്രയും സമയം ഐ വാസ് ലൈക്ക് എവിടെ ടൊവിനോ ആ ഒരു ഇതുണ്ട്. കാരണം അത് ആ ഒരു പടത്തിന്റെ ഒരു ലാഗ്, അല്ലെങ്കിൽ നമ്മൾ ഒന്ന് ബോർ അടിക്കാൻ തുടങ്ങിയ ഒരു സമയം. അപ്പൊ അതുകൊണ്ടാണ് എവിടെ ടൊവിനോ എന്നുള്ളത് ഒരു ഇത് വരുന്നത്. പിന്നെ പറയേണ്ട കാര്യങ്ങൾ, ഫൈറ്റ് സീക്വൻസ് അടിപൊളി. ഫൈറ്റ് സീക്വൻസ് എന്ന് വെച്ചാൽ ലാസ്റ്റില് ടൊവിനോന്റെ ഒരു ഫൈറ്റ് സീക്വൻസ് ബ്യൂട്ടിഫുൾ. ഫ്രെയിമും അതിന്റെ ഓരോ ഷോട്ട്സും, ഇതുപോലെ ഷോട്ട്സ് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. കാരണം ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ. അതെനിക്ക് തോന്നുന്നു ഒരു വൈഡ് ആംഗിളിലൊക്കെ എടുത്ത് ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു മോഡായിരുന്നു. അത് ഭയങ്കര ഒരു തിയേറ്ററിൽ കണ്ടിരിക്കാനുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ മ്യൂസിക്, അതിൻ്റെ അകത്ത് എനിക്ക് ഒരു ഫേവറേറ്റ് ടൈറ്റിൽ ട്രാക്ക് ഉണ്ട്, കാട്ട് ചെമ്പഴം എന്ന് പറഞ്ഞ ആ പാട്ട് വരുന്ന സമയത്ത് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. ആ മ്യൂസിക്കിന് ഒരു എക്സ്പീരിയൻസ്, പ്രത്യേകിച്ച് നിങ്ങൾ ഡോൾബി സറൗണ്ടഡ് തിയേറ്ററിലൊക്കെ പോവുകയാണെങ്കിൽ അതൊരു നല്ലൊരു എഫക്റ്റ് ആയിരിക്കും. പിന്നെ ടൊവിനോ ആണ് ഈ മൂവിന്റെ ഫുള്ള് ലീഡ്. പുള്ളിയാണ് ഫുള്ള് ഈ പടം എടുത്തുകൊണ്ട് പോകുന്നതും എല്ലാം പുള്ളിയുടെ ഷോൾഡറിലാണ്. സോ ഹി ഹാസ് ഡൺ എ ട്രെമൻഡസ് ജോബ്.
പുള്ളിയുടെ അടിപൊളിയായിരുന്നു. പുള്ളിയുടെ ഫൈറ്റ് സീനും പുള്ളിയുടെ ആക്ഷനും പുള്ളിയുടെ ഇമോഷൻസ് ഉള്ള സീനും എല്ലാ സീൻസും പൊളിയാണ്. പിന്നെ 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 ഒരു വളരെയധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്യാമിയോ ഉണ്ട്. ക്യാമിയോ എന്റെ മോനെ, അത് ഞാൻ പറയുന്നില്ല ആരാണ്, കാരണം ഓൾറെഡി ഇപ്പൊ കുറെ പേർക്ക് മനസ്സിലായി. കാരണം പുള്ളി തന്നെ അത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞു ആ പോസ്റ്ററൊക്കെ ആയിട്ട്. എന്നാലും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് അത് കാണുമ്പോൾ അതല്ലെങ്കിൽ നിങ്ങൾക്ക് പിടി കിട്ടിക്കോളും. ഓൾറെഡി കുറെ പേർക്ക് മനസ്സിലായി കാണും. അറിയാത്തവർക്ക് ഞാനതൊരു സസ്പെൻസ് ആക്കി തന്നെ വെക്കുന്നു, വെറുതെ ഒരു സ്പോയിലർ കൊടുക്കണ്ട. ആ ക്യാമിയോ ഈസ് ഗുഡ്. ക്യാമിയോ കൊള്ളാം. പുള്ളിക്ക് ഒരു സ്റ്റോറി ലൈനും ഉണ്ട്, പുള്ളിക്ക് ഒരു പാസ്റ്റും ഉണ്ട്. അവര് ഒരു പ്രത്യേകമായിട്ട് കുറച്ച് ഫോക്കസ് ചെയ്തിട്ടുണ്ട്. ചുമ്മാ പുള്ളിയെ ഒരു ഹൈപ്പ് കിട്ടാനായിട്ട് ഇറക്കിയതല്ല, കാരണം അതിന്റെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു റോൾ ഉണ്ട്. ആ റോള് ഇനി നമുക്ക് ഇതിന്റെ രണ്ടാം ഭാഗം വരുന്നുണ്ട്. രണ്ടാം ഭാഗത്തെ മനസ്സിലാവും. കാരണം പുള്ളിയുടെ സീൻസ് ഒക്കെ വളരെ കുറച്ചാണ്. എനിക്കൊന്നും ഒരു മാക്സിമം ഒരു 5-10 മിനിറ്റിന്റെ ഒരു സ്ക്രീൻ സ്പേസേ ഉള്ളൂ. അത് തന്നെ 10 മിനിറ്റ് തന്നെ മാക്സിമം ആണ്. ബാക്കിയെല്ലാം ഫുള്ള് ടോയിനാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം എനിക്ക് തോന്നുന്നു ചിലപ്പോൾ ഒരു കുറച്ചും കൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് രണ്ടാം ഭാഗത്ത് കാണാൻ പറ്റും എന്ന് തോന്നുന്നു. പക്ഷെ ഡേറ്റും കാര്യങ്ങളും ഒന്നുമല്ല, ജസ്റ്റ് അവരൊരു ഒരു ഒരു തീപ്പൊരി അങ്ങ് ഇട്ടതേ ഉള്ളൂ. ആ തീപ്പൊരി അത് പിടിച്ച് കയറുവാണെങ്കിൽ, കത്തി കയറുവാണെങ്കിൽ ഉറപ്പായിട്ടും രണ്ടാം ഭാഗം കാണും. സ്റ്റോറി ഉണ്ടോ എന്ന് ചോദിച്ചാൽ സ്റ്റോറി എലമെന്റ് ഉണ്ട്, ഡെവലപ്പ് ചെയ്യാനുള്ളതേ ഉള്ളൂ. അതിന് അങ്ങനെ വലിയ റിസ്കി എലമെന്റ് ആയിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. ഒരു സ്റ്റോറി ഉണ്ട്. ഇതൊക്കെ തന്നെ സിനിമ. ലൈക്ക് വിഷുവിന് ഇറങ്ങിയ ഒരു പടം നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയും റിലേറ്റീവ്സും സിബ്ലിങ്സും എല്ലാവരുമായിട്ട് പോയി കാണാം. ഒരു പെർഫെക്റ്റ് ഒരു ഫാമിലി മൂവി. ഓവറോൾ പടം ഈസ് ഓക്കെ. തിയേറ്ററിൽ പോയി കാണാം. നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുവാണെങ്കിൽ നല്ലൊരു വിഷ്വൽ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടും, നല്ലൊരു ആക്ഷൻ സീക്വൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും, പിന്നെ നല്ലൊരു മ്യൂസിക്കൽ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഫിലിം ആയിരിക്കും ഇത്. അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. അൺടിൽ ദെൻ, ടേക്ക് കെയർ.